എന്തൊക്കെയുണ്ട് വിശേഷം? എപ്പോഴും എപ്പോഴും നല്ല വിശേഷം. ഇതെന്തൊരു സ്തുതിയാടി? അയ്യോ, അത് അച്ഛനെ കടപ്പ് പെട്ടെന്ന് പറഞ്ഞു പോയതാ. ഈശോ ഔസേപ്പിന് സുഖമായിരിക്കട്ടെ. ഈശോ ഔസേപ്പോ? ഇതൊക്കെ ആരാ? നീ പുതിയ വല്ല സഭയും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഈശോ മശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അത് ഞാൻ പറയേണ്ടതല്ലേ? ഞാൻ ഒരു കാര്യം പറയാൻ വന്നാച്ചോ. എന്താ മറിയയ്ക്ക് പറയാനുള്ളത്? ഞാൻ ഒരു പാപം ചെയ്തു. ആ പാപം നീ കർത്താവിന്റെ സന്നിധിയിൽ തുറന്നു പറയും. അവിടുന്ന് നിന്റെ പാപങ്ങൾ ക്ഷമിക്കും. ഞാൻ ഒരാളെ പ്രേമിക്കുന്നുണ്ടച്ചോ. അതൊരു പാപമായി കണക്കാക്കണ്ട. ഈ പ്രായത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. പാവല്ലേ? സ്നേഹിക്കുന്നത് ഒരിക്കലും പാപമല്ല, സ്നേഹിക്കാതിരിക്കുന്നതാണ് പാപം. എങ്കിൽ അച്ഛൻ പാപം ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഞാൻ എന്ത് പാപം ചെയ്യാനാ? എന്നെ തിരിച്ച് സ്നേഹിക്കുന്നില്ല എന്ന പാപം. അതെന്തൊരു പാപം? അച്ഛോ, ഐ ലവ് യു. അറിയാം. അയ്യോ അച്ഛൻ, കുമ്പസാരക്കൂട്. ഇതേതാ സ്ഥലമൊന്നും എന്നിട്ട് ഇവിടെ വന്ന് ഇത് ഇടവകയാണ്, അല്ലാതെ ഇടവഴിയല്ല. ഇവിടെ വെച്ച് പറഞ്ഞ അച്ഛൻ ആരോടും പറയില്ലല്ലോ. കുമ്പസാര രഹസ്യല്ലേ. ഞാനൊരു വികാരിയാണ്. അറിയാമേ, കർത്താവിന് വേണ്ടി ബലിയർപ്പിച്ച് ജീവിക്കുന്ന ഒരു പുരോഹിതനെയാണ് നീ പ്രേമിക്കുന്നത്. അച്ഛോ, അച്ഛന്റെ കുർബാന ദിവസവും കണ്ട എനിക്ക് അച്ഛനോട് പ്രേമം തോന്നിയത്. മറിയേ, നമ്മുടെ ഉള്ളിലുള്ള ഭക്തിയും ആത്മീയതയുമാണ് നമ്മൾ തിരുവരി കൂടുമ്പോൾ അവിടെ ദർശിക്കേണ്ടത്. ആ, അപ്പൊ എന്റെ ഉള്ളിലുള്ള പ്രണയമാണല്ലേ അച്ഛനെ കാണുമ്പോ പുറത്തേക്ക് വരുന്നത്. മറിയേ, വചനം ഇങ്ങനെ വളച്ചൊടിക്കരുത്. വചനം വളയണ്ട, അച്ഛൻ വളഞ്ഞാ മതി. വളയാൻ പാപത്തിന് ഒരുത്തൻ നിന്റെ വീട്ടിലില്ലേ? തോട്ടത്തിൽ തോമാച്ചൻ അങ്ങനെ പോയി വളഞ്ഞി. അയ്യോ, അപ്പച്ചൻ അമ്മച്ചി പണ്ടേ വളച്ചതാ. മറിയേ, എന്റെ ജീവിതം തിരുസഭയ്ക്കും കർത്താവിനും വേണ്ടിയിട്ടുള്ളതാണെന്ന് ഞാൻ പണ്ടേ തീരുമാനിച്ചതാണ്. എനിക്ക് നിന്നെ പ്രേമിച്ച് നിന്റെ പിന്നാലെ നടക്കാനല്ല, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിന്റെ മുന്നേ നടക്കാനാണ് ഇഷ്ടം. ഈ ഡയലോഗ് തൽക്കാലം ഇങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം. അപ്പൊ അച്ഛൻ എന്റെ സ്നേഹത്തിന് ഒരു കുന്തിരിക്കത്തിന് വില പോലും തരുന്നില്ലേ? ഈ തിരുവസ്ത്രം ഇട്ടുകൊണ്ട് ഞാൻ നിന്റെ കൂടെ മുന്തിരിക്കാൻ പോയിക്കാൻ വന്ന ഇടവക്കാർ എന്റെ മുന്തിരിക്ക പറിച്ച് വീഞ്ഞുണ്ടാക്കും. പൊതുവേ ഞങ്ങൾ വൈദികർക്ക് ഇപ്പൊ അത്ര നല്ല സമയമല്ല. നിനക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും എന്നോട് പറയാനുള്ളൂ? എനിക്കറിയാം അച്ഛൻ, അച്ഛൻ നല്ല ആളാ. അച്ഛനെ തിരിച്ച് സ്നേഹിക്കാനൊന്നും പോകണമെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ മോളെ ഇവിടെ വന്ന് ഇതൊന്നും ഒന്ന് പറയണമെന്ന് തോന്നി. പിന്നെ പറഞ്ഞില്ല എന്നുള്ള വിഷമം പാടില്ലല്ലോ. അത് നീ പറഞ്ഞ സത്യമാണ്. മനസ്സിൽ തോന്നുന്ന ഇഷ്ടം നമ്മൾ ആരോടായാലും തുറന്നു പറയണം. ഇല്ലെങ്കിൽ മനസ്സിലുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു കുരിശ് ഇറക്കി വെച്ച പോലെ. ആ കുരിശ് എന്റെ തോളത്ത് വെച്ച് നിന്നപ്പോ നിനക്ക് സമാധാനമായില്ലേ? ഇനി നിനക്ക് വേണ്ടി ആ കുരിശ് ഞാൻ ചുമന്നോളാം. നീ നിന്റെ പാപങ്ങൾ മോചിച്ചതായി കണ്ട് വീട്ടിലേക്ക് പോകും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞാനേ അച്ഛന്റെ കുർബാനയ്ക്കൊന്നും വരാട്ടോ. വേണമെന്നില്ല. അതെന്താ? അത് മറിയാമേ, നമ്മളെ സ്നേഹം ഉണ്ടെന്ന് കരുതി ഒരു വീട്ടിലോട്ട് എല്ലാ ദിവസവും ഇടിച്ചു കയറി ചെന്നാൽ അവർക്ക് എന്തോ തോന്നും. അതുപോലെ നിന്റെ കാര്യം. നീ എല്ലാ ദിവസവും പള്ളിയിലോട്ട് വന്നാൽ എനിക്കും പ്രത്യേകിച്ച് കർത്താവിന് തന്നെ അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോ എന്റെ കർത്താവേ, നിന്നെ പരീക്ഷ താത്താനൊക്കെ എത്ര ഡീസന്റ് ആയിരുന്നു. ഈ കോളത്തിൽ ഒന്നിനെ നിന്നെ മുന്നോട്ട് വിട്ടില്ലല്ലോ. ബാക്കി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴിപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആരാ? ആ, അന്തോണി. അതെ അച്ചോ. അച്ചോ, എനിക്കൊരു പ്രണയമുണ്ട്. അന്തോണി, നീ? എനിക്ക് അവളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല അച്ചോ. ഓ, നീ പെണ്ണിനെ പ്രേമിക്കുന്ന കാര്യം. എനിക്ക് നിന്നോട് 2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്ന്, പെണ്ണിന് 18 വയസ്സ് കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനിയൊന്ന്, നമ്മുടെ കൂട്ടുകാരാണോടാ? അച്ചോ, നമ്മുടെ സഭ തന്നെ അച്ചോ. അപ്പൊ പിന്നെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ കല്യാണം അച്ഛൻ നടന്നു തരും. നിന്റെ അപ്പനോട് ഞാൻ സംസാരിക്കാമല്ലോ. അതല്ല അച്ചോ, വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. എന്ത്? അച്ചോ, അവളവളുടെ വീട്ടുകാർ നിർബന്ധിച്ച് മഠത്തിൽ കൊണ്ടാക്കി അച്ചോ. എനിക്ക് വേണ്ടി മാത്രം പള്ളിയിലോട്ട് വരുന്ന പറയണം. ഇതൊക്കെ എന്റെ വേഗത്തിൽ എന്തിനു വരുന്നു? നീ പോയില്ലേ? അതൊരു പോക്ക് പോകാനുള്ള വഴിയാ. അച്ഛൻ സെമിനാരി പഠിച്ച അച്ഛനായതുപോലെ ഞാൻ മടുത്ത് പഠിച്ച കന്യാസ്ത്രീയാവാം. അതാകുമ്പോ ആരൊന്നും പറയില്ലല്ലോ. ഓ, അച്ഛനും കന്യാസ്ത്രീ പിന്നെ പ്രേമിച്ചാലും കുഴപ്പമില്ല. പോകണ്ടേ അവിടുന്ന്? കർത്താവേ.